ഏയ് ഉറക്കമാണ് എല്ലാവരും. ഈ ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്നവരൊക്കെ ലവന്മാരെയൊക്കെ ഒന്ന് തട്ടിയെന്ന് വിളിച്ചിരുന്നെങ്കിൽ രണ്ട് മൂന്ന് വാർത്തകളൊന്ന് പറയായിരുന്നു. നമ്മുടെ പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പരി കൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള US-ന്റെ ഒരു അപ്പാച്ചി ഹെലികോപ്റ്റർ ഹോർമൂസ് കടലിടുക്കിൽ നമ്മുടെ ഇറാൻ അടിച്ചിട്ടൊരു വാർത്ത നമ്മൾ കണ്ടായിരുന്നല്ലോ. അതിവിടെ ആരും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. അതുപോലെ ഇറാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളോ ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ തീവ്രവാദികൾ ഇത് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുതരാം. നമ്മുടെ 3 കപ്പലുകളാണ് ഈ 2 ആഴ്ചക്കുള്ളിൽ അമേരിക്ക കടലിൽ മുക്കിയത്. ഈ വാർത്ത നിങ്ങൾ ആരെങ്കിലും കണ്ടോ? മലൻ നമ്പ്യാരെ, കർമ്മ കക്കൂസെ, നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ കേട്ടോ? കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയ സമയം തൊട്ട് നമ്മുടെ ഡൊണാൾഡ് ട്രംപും നമ്മുടെ നെതന്യാഹു മാമനും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന ഒരു മൊട്ടത്തലയും ജൂനിയർ മാൻഡ്രേക്ക് വേട്ടാവളിയൻ അമ്മാവനുണ്ടല്ലോ. അങ്ങ് US-ൽ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കൃത്യമായിട്ടും അവിടെ നടക്കുന്ന സംഭവങ്ങൾ സമയാസമയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേട്ടാവളിയും മാമനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് കേൾക്കാതെ പോകരുത്. എന്താണേലും നമ്മുടെ രാജ്യത്തിൻ്റെ 2-3 കപ്പലുകൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അമേരിക്കൻ്റെ ആക്രമണത്തിൽ തകരുകയും ഒരെണ്ണം മുങ്ങിപ്പോയി എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തകർത്തത് അമേരിക്ക ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും ഇപ്പൊ ഇറാനാണ് ഇത് അടിച്ചു പൊളിച്ചിരുന്നുണ്ടെങ്കിൽ ഈ വേട്ടാവളിയന്മാരെല്ലാവരും കൂടെ വന്നിരുന്ന് ഇപ്പൊ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്ത് അതിനെ വലിച്ചു കീറി ഭിത്തിയിൽ അങ്ങോട്ട് ഒട്ടിച്ചേരായിരുന്നു. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമ്മാവൻ പറയുന്നത് എന്താണെന്നും നിങ്ങളൊന്ന് കേൾക്കണേ. 2 ദിവസം മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇറാനുമായിട്ടുള്ള യുദ്ധം താമസിയാതെ വീണ്ടും ആരംഭിക്കുമെന്ന്. ഇപ്പോൾ ഇതേ അതിൻ്റെ ലക്ഷണങ്ങൾ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ആഴ്ചയുടെ തുടക്കത്തിൽ അമേരിക്കയുടെ ഒരു അപ്പാച്ചി ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടു, ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ വെച്ച്. അതോടെ അമേരിക്കയുടെ ബോംബാക്രമണം കൂടുതൽ ശക്തമായി. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അടികൾ നടക്കുകയാണ്. ഈ കഴിഞ്ഞ രാത്രികളിൽ എല്ലാം അമേരിക്ക ഇറാനെ ആക്രമിക്കുകയായിരുന്നു, പ്രത്യേകിച്ചും സദേൺ ഇറാനിൽ. മർമ്മപ്രധാനമായ ഭാഗങ്ങളിൽ അമേരിക്ക ശക്തമായ ബോംബിങ്ങാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രധാനമായി ആക്രമിക്കപ്പെടുന്നത് സൈനിക കേന്ദ്രങ്ങളാണ്, റേഡാർ സ്റ്റേഷൻസ്, അതുപോലെ തന്നെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, IRGCയുടെ കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അമേരിക്ക ബോംബിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് സിവിലിയൻ സ്ട്രക്ചേഴ്സ് അദ്ദേഹം ആക്രമിക്കുമെന്ന്. അതായത് വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ്, ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് പ്ലാന്റ്, ബ്രിഡ്ജസ്, റോഡുകൾ, എയർപോർട്ടുകൾ എന്നിവ. പക്ഷേ അദ്ദേഹം അതുവരെ എത്തിയിട്ടില്ല ഈ ഭീഷണിപ്പെടുത്തുന്നതല്ലാതെ. ഈ യുദ്ധത്തിൽ ഒരു കോംപ്രമൈസ് ഞാൻ കാണുന്നില്ല. കാരണം രണ്ടുപേരുടെയും നിലപാട് അത്രമാത്രം വ്യത്യസ്തമാണ്. ഇറാൻ്റെ ഡിമാൻഡുകൾ ഒരിക്കലും അമേരിക്ക അംഗീകരിച്ചു കൊടുക്കില്ല. അതായത് യുദ്ധത്തിന് നഷ്ടപരിഹാരം നൽകണം, അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലെ ബേസസ്, സൈനിക കേന്ദ്രങ്ങൾ ഒഴിഞ്ഞു പോകണം, ഹൂത്തികൾക്കും ഹമാസിനും ഹെസ്ബുള്ളയ്ക്കുമല്ല ഉള്ള സഹായം അവർ നിർത്തുകയില്ല, ധനസഹായവും ആയുധ സഹായവും. ഇതൊന്നും ഒരു രീതിയിലും അമേരിക്കയ്ക്ക് അംഗീകരിക്കാവുന്നതല്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ ഡിമാൻഡ് അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ 2 രീതിയിലും ഒരറ്റവും മുട്ടിക്കാൻ സാധിക്കാത്ത അത്രയ്ക്ക് പരസ്പര വിരുദ്ധമായ ഡിമാൻഡുകളാണ് 2 കൂട്ടർക്കും. അമേരിക്ക ആക്രമണം നടത്തുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. ശക്തമായ ബോംബിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാനാകട്ടെ തിരിച്ചടിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. അവർ പറയുന്നത് അമേരിക്കൻ കേന്ദ്രങ്ങളെ, സൈനിക കേന്ദ്രങ്ങളെ എന്ന് പറയുന്നു. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ആർമി ബേസസ്. അതിന് പുറത്തും എയർപോർട്ടിലും അവിടെ ഇവിടെയൊക്കെ അറ്റാക്ക് നടക്കുന്നുണ്ട്. അതുപോലെ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു. ഇപ്പോൾ ട്രംപിന് കിട്ടുന്ന അഡ്വൈസ് അനുസരിച്ച് ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുക എന്നതാണ്. വീണ്ടും ഒരു കാര്യം ഇവിടെ ഞാൻ പറയുകയാണ്, ഈ ട്രംപ് നിമിഷാനിമിഷം വാക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് യാതൊരു സ്ഥിരതയുമില്ല എന്നുള്ള കാര്യം ഞാനിവിടെ വ്യക്തമായി ഞാൻ സ്ഥാപിക്കുകയാണ്. അദ്ദേഹം ഒരു തവണ പറയുന്നതല്ല അടുത്ത തവണ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇറാൻ്റെ എണ്ണ ഉൽപ്പാദന കേന്ദ്രം, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ എല്ലാം ഇറാൻ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. പക്ഷേ അതേസമയം അദ്ദേഹം പറയുന്നു ഒരു കരാറിൽ ഒപ്പുവെക്കാനായിട്ട് എല്ലാം റെഡിയാണ്. അദ്ദേഹത്തെ ഇറാനിയൻ ഒഫീഷ്യൽസ് ഡയറക്റ്റായിട്ട് വിളിച്ചു എന്നൊക്കെ പറയുന്നു. എനിക്കതിൻ്റെ അകത്ത് വിശ്വാസമില്ല. ഇറാനിയൻ ഒഫീഷ്യൽസ് ട്രംപിനെ നേരിട്ട് വിളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
അപ്പോൾ ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രംപിൽ നിന്ന് വരുന്നത് ആകെ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ആകെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും, ഇറാനിയൻസിനും ലോകരാഷ്ട്രങ്ങൾക്കും അമേരിക്കൻസിനും. അതുപോലെ തന്നെ അദ്ദേഹം എന്തിനാണ് ഈ മുൻകൂട്ടി പറയുന്നത്, നാളെ 12 മണിക്ക് ഞാൻ ബോംബിങ് ആരംഭിക്കും, അല്ലെങ്കിൽ ഖാർഗ് ഐലൻഡ് ഞാൻ പിടിച്ചെടുക്കും? ഇതൊക്കെ മുൻകൂട്ടി എന്തിനാണ് വിളംബരം ചെയ്യുന്നത്? അത് യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യങ്ങളും വെളിപ്പെടുത്തില്ല എവിടെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്ന്. കാരണം അത് മുൻകൂട്ടി പറഞ്ഞതിൽ പിന്നെ സർപ്രൈസ് എവിടെയാണ്? ഒരു യുദ്ധം ജയിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സീക്രട്ട്, ഏറ്റവും വലിയ രഹസ്യം സർപ്രൈസാണ്, സർപ്രൈസ് അറ്റാക്ക്. ഇത് ഇദ്ദേഹം മുൻകൂട്ടി പറയുകയാണ് ഞാൻ ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അദ്ദേഹം ഈ വായുടെ രണ്ട് സൈഡിൽ കൂടി സംസാരിക്കുന്നു. ഐ കനോട്ട് ബിലീവ് എനിത്തിങ് ഹീ സേസ്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഏതായാലും ഒരു കോംപ്രമൈസ് ഉണ്ടാകുന്നവരെ ഗൾഫ് മേഖലയിൽ പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അമേരിക്കയോട് ചേർത്ത് നിൽക്കുവാനായിട്ടുള്ള ശക്തി ഇറാനില്ല. നോ, അവരുടെ കേപ്പബിലിറ്റീസ് വളരെ ലിമിറ്റഡാണ്. പക്ഷേ അവരത് പുറത്ത് കാണിക്കുന്നില്ല. പക്ഷേ ഇൻറ്റൻസീവായിട്ടുള്ളൊരു ബോംബിംഗ് ആക്രമണം ഒരു 10 ദിവസം അമേരിക്കയും ഇസ്രായേലും കൂടി നടത്തി കഴിഞ്ഞാൽ ഇറാന് തീർച്ചയായിട്ടും മുട്ടുകുത്തേണ്ടി വരും. ഒരു 10 ദിവസത്തെ ഇൻറ്റൻസ് ബോംബിംഗ്. അങ്ങനെ ഒരു ബോംബിംഗ് നടന്നാൽ ഇപ്പോഴുള്ള ഇറാനിയൻ ഭരണകൂടം വാട്ടെവർ ഈസ് ലെഫ്റ്റ് ഓഫ് ഇറ്റ് അവർ ശിഥിലമാകും. IRGCയുടെ ഇപ്പോഴത്തെ തലപ്പത്തിരിക്കുന്ന കമാൻഡേഴ്സ് പോകണം. അതുപോലെ തന്നെ ഇറാൻ്റെ അവശേഷിക്കുന്ന ഇപ്പോഴത്തെ ലീഡർഷിപ്പ് മാറിക്കൊടുക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു പുതിയ ജനറേഷൻ ഓഫ് ലീഡേഴ്സിന് മുമ്പോട്ട് വരാൻ സാധിക്കൂ. അങ്ങനെ വന്നാൽ മാത്രമേ അവിടെ ഒരു സമാധാനം കൈവരുകയുള്ളൂ, ലോകത്തിന് മാത്രമല്ല ഇറാനിയൻ ജനതയ്ക്കും. ഇതിലേറ്റവും കഷ്ടപ്പെടാൻ പോകുന്നതും ബുദ്ധിമുട്ടാൻ പോകുന്നതും ഇറാനിയൻ ജനതയാണ്. അവർ നരകത്തിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് അവരെ മോചിപ്പിച്ചില്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ദേശീയ മാധ്യമങ്ങൾ, വേൾഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ 3 കപ്പലുകൾ US-ന്റെ ആക്രമണത്തിൽ തകർന്നതായിട്ടും മരണപ്പെട്ടതായിട്ടുള്ള വാർത്തകളും ഇതിനടക്കം തന്നെ വന്നിട്ടുള്ളതായിട്ടാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ വാർത്തയൊന്നും വന്നിട്ട് ഈ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്ന ചില വേട്ടാവളിമാരുണ്ടല്ലോ, ഈ സംഘി മരവാണങ്ങൾ ഇതിനകത്ത് വന്നിരുന്നുകൊണ്ട് ഇറാനെ കുറിച്ചിട്ട് പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ഇവന്മാരെ ഒന്നും നമ്മൾ ഇതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ തനിനാടൻ മൊട്ട അമ്മാവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? 1.5 മാസമായിട്ട് ഇറാന് അമേരിക്കയും ഇസ്രയേലും അവൻ്റെ സഖ്യരാഷ്ട്രങ്ങളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് അത്യാധുനിക ആഡംബര സാധനങ്ങളൊക്കെ വെച്ചിട്ട് 24 മണിക്കൂർ കൊണ്ട് ഇറാനെ അങ്ങ് നിലംപരിശാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നങ്ങോട്ട് യുദ്ധം ചെയ്ത് 1.5 മാസം നീണ്ടു നിന്ന യുദ്ധം ചെയ്തിട്ട് പോലും ഒരു പൂട പോലും ചൊറിയാൻ പറ്റാത്ത ഇവന്മാർ സത്യം പറഞ്ഞാൽ നാണം കെട്ട് ഇവന്മാർ പിന്തിരിഞ്ഞോടി എന്ന് വേണം പറയാൻ. ഇപ്പോൾ അമേരിക്കയുടെ അപ്പാച്ചി ഹെലികോപ്റ്റർ ഹോർമൂസ് കടലിൽ വെച്ചിട്ട് നശിപ്പിച്ചു. ഇതിന് തിരിച്ചടിയായിട്ട് ഇറാന്റെ പല സ്ഥലങ്ങളിലും ഇവർ ബോംബിടുന്നു, മറ്റത് ചെയ്യുന്നു, മറിച്ച് ചെയ്യുന്നൊക്കെയാണ് അമ്മാവൻ പറയുന്നത്. വേൾഡ് പോലീസ് ചമഞ്ഞ് നടന്ന ഇവന്മാർ നാണം കെട്ട് തുന്നം പാടിയെന്ന് വേണം പറയാൻ. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനിയെ കൊലപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ അധികാരമേറ്റതിന് ശേഷം അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തലവേദന തന്നെ. ഇപ്പം അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവരുടെ ആർമി ബേസിലൊക്കെ ഇറാൻ ശക്തമായ രീതിയിൽ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അവൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും